ഒരു 28 വർഷമെങ്കിലും ആയിട്ടുണ്ട് മിനിമം ഞാൻ സാറിന് സർവീസ് ചെയ്യാൻ തുടങ്ങി. പുള്ളിയുടെ എല്ലാ പടത്തിലും എല്ലാ വേഷങ്ങളും ഞങ്ങളാണ്, ഗേറ്റ് വേ ആണ് ചെയ്യുന്നത്. ഓർമ്മ വെച്ച കാലം മുതലേ കേൾക്കുന്ന ഒരു പേരാണ് ഗേറ്റ് വേ. സർജറി എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഈസ് എ ഫെയിലിയർ. ആൾക്കാർ ഈ സർജറി ചെയ്യുന്നതെല്ലാം കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ശരിക്കും കിളിക്കും എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഫുള്ളായിട്ടാണ് മുടി കഷണ്ടിയായിട്ട് സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ഒരു മുടി ഇവിടുന്ന് എടുത്താൽ ആ മുടി ലോസാണ്. ആൾക്കാരുടെ തെറ്റിദ്ധാരണ എന്താണ്, ഇവിടുന്ന് നമ്മൾ ഒരെണ്ണം പറിച്ചാൽ അവിടെ 10 എണ്ണം കിളിക്കുമെന്ന് ഈ ഞാറ് നടുവുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു നടനുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, ഞാൻ ആവുന്നത് പറഞ്ഞു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത് സാർ, എത്ര പരസ്യമുണ്ടെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ പുള്ളി വിദേശത്ത് പോയി നല്ല വിദഗ്ധമായിട്ട് ചെയ്യിക്കാൻ പോയതാണ്. ഇവിടുത്തെ മുടി പോയി ഇവിടെ എല്ലാം എലി കടിച്ച പോലെ ഇങ്ങനെയുണ്ട്. ഇപ്പം പുള്ളിക്ക് ഫുൾ വിഗ് വെക്കാതെ വേറെ വഴിയില്ല. തലവേർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇറിറ്റേഷൻ എന്തെങ്കിലും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിക്കാം, ദാഞ്ഞു പിടിച്ച് വലിച്ചാലും വരില്ല. എന്തൊക്കെ ബാക്ടീരിയ സ്കിന്ന് തന്നെ തിന്നിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ. സൈഡ് ഇഫക്റ്റ് സിസ്റ്റം മാതിരിയുണ്ട്. എനിക്ക് ഐഡിയ ഇല്ലെന്നൊന്നുമല്ല, ഞാൻ മണ്ടന്നൊന്നുമല്ല. എനിക്ക് സർജറിക്ക് മുന്നേ എനിക്ക് മുടി വെക്കണം. ഞാൻ പറഞ്ഞു ഞാനെന്താ സാറേ, ഇല്ല ഞാൻ ആശുപത്രി കിടക്കുമ്പോഴേ ഈ കഷണ്ടിയായിട്ടൊക്കെ കുറേ നേഴ്സുകളൊക്കെ ഉണ്ടോ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറേ കാലങ്ങളായി ഒരുപാട് പേരുടെ ചെറുപ്പം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. നമുക്കറിയാം, നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലേ കേൾക്കുന്ന ഒരു പേരാണ് ഗേറ്റ് വേ. ഗേറ്റ് വേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു എയർ ഫിക്സിങ്ങിൻ്റെ ആഡിലാണ് നമ്മൾ ഈ പേര് കേട്ടേക്കുന്നത്. അതെ, ഗേറ്റ് വേയുടെ ഫൗണ്ടറിനെ നമ്മൾ നമ്മുടെ മുമ്പിൽ കൊടുത്തിരുത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം സേവ്യർ സാർ. സാർ നമസ്കാരം. നമസ്കാരം സാർ. എന്തായാലും ഡോക്ടർ സേവ്യർ സാറായിട്ട് ഒരു ദിവസം ഇതേപോലെ ഒന്ന് ഇരിക്കണം എന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. ആദ്യം തന്നെ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോൾ ഏകദേശം ഒരു 98, 97 ആ ഒരു കാലഘട്ടത്തിൽ 94 തൊട്ട് നമ്മളുണ്ട്. ഓക്കെ, അന്ന് തൊട്ട് ആരംഭിച്ച് ഇപ്പോൾ 2025 എത്തിയിരിക്കുന്നു. 10-30ഓളം ബ്രാഞ്ചുകളുണ്ട് നമുക്ക്. ശരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ആധുനിക ടെക്നോളജി എന്ന് പറഞ്ഞ സർജറി, ഇപ്പോൾ എയർ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് ബിസിനസ് അത്യാവശ്യം നടന്നു പോകുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് നല്ല സൂപ്പറായിട്ട് ആൾക്കാർ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ബിക്കോസ് സർജറി എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഈസ് എ ഫെയിലിയർ. പണ്ടും ഉണ്ടായിരുന്നു. 1994 ഈ സർജറി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇന്നുമുണ്ട്. ഇന്ന് എന്തിനാ കൂടുതലെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. ജനങ്ങളുടെ അടുത്ത് സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ട് എത്തിക്കാൻ പറ്റും. ആൾക്കാർ ഈ സർജറി ചെയ്യുന്നതെല്ലാം കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ശരിക്കും കിളിക്കും എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി പോകുന്നതാണ് സർജറിക്ക്. അല്ലാതെ ഇപ്പം ജെന്യൂനായിട്ട് പറയണമെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഈസ് നോട്ട് എ സക്സസ്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഫുള്ളായിട്ടാണ് മുടി അല്ലേ? ദൈവം ഒരു മനുഷ്യനെ കഷണ്ടിയായിട്ട് സൃഷ്ടിച്ചിട്ടില്ലല്ലോ. പിന്നീടല്ലേ മുടി കൊഴിയുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ പകുതി മുടി അങ്ങോട്ട് പോയെന്നിരിക്കട്ടെ, ഈ പകുതിയും മുടിയും കൊണ്ട് എങ്ങനെയാണ് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഫില്ലാക്കാൻ പറ്റുക? ഇറ്റ്സ് എ സിമ്പിൾ ലോജിക്. ഒരു മുടി ഇവിടുന്ന് എടുത്താൽ ആ മുടി ലോസാണ്. ഇവിടുന്ന് ആ മുടി കുറയും. ആൾക്കാരുടെ തെറ്റിദ്ധാരണ എന്താണ്, ഇവിടുന്ന് നമ്മൾ ഒരെണ്ണം പറിച്ചാൽ അവിടെ 10 എണ്ണം കിളിക്കുമെന്ന് ഈ ഞാറ് നടുവല്ലോ, അതുപോലുള്ള ചിന്തയാണ് ആൾക്കാരുടെ ഉള്ളിലുള്ളത്. നോർമലി ഇവിടെ 100 എണ്ണം എടുത്താൽ അവിടെ 100 എണ്ണം കുറയും. എനിക്ക് പരിചയമുള്ള ഒരു നടനുണ്ട്. അദ്ദേഹം എൻ്റെ സ്ഥിരമായിട്ട് ഹെയർ ഫിക്സിങ് ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമറാണ്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പറയാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ഞാൻ ആവുന്നത് പറഞ്ഞു സാറ് ചെയ്യരുത്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത് സാർ, എത്ര പരസ്യമുണ്ടെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ പുള്ളി വിദേശത്ത് പോയി നല്ല വിദഗ്ധമായിട്ട് ചെയ്യിക്കാൻ പോയതാണ്. ആകെ ഇവിടുത്തെ മുടിയെല്ലാം പോയി. ഇവിടുന്ന് എടുത്തിട്ടാണല്ലോ ഇവിടെ പ്ലാന്റ് ചെയ്യുന്നത്. ഇവിടുത്തെ മുടി പോയി ഇവിടെ എല്ലാം എലി കടിച്ച പോലെ ഇങ്ങനെയുണ്ട്. ഇപ്പം പുള്ളിക്ക് ഫുൾ വിഗ് വെക്കാതെ വേറെ വഴിയില്ല. അതാണ് സ്ഥിതി. അപ്പോൾ ഇവിടെ വന്നില്ല, ഇവിടെ വന്നില്ല.
ഫെയിലിയർ, അട്ടർ ഫെയിലിയർ. കുറച്ചുകൂടി അവിടെ ഇവിടെ ഞാറ് നട്ട പോലെ അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഫില്ലാവത്തില്ല. പുള്ളിക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. നൗ ഹി ഹാസ് ടു വെയർ എ ഫുൾ വിങ്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. പിന്നെ സ്റ്റിറോയിഡ്സും കുറച്ച് മരുന്നുകളൊക്കെ തരും. അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം. യൂസ് ചെയ്ത് അത് കണ്ടിന്യൂസ് യൂസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും എന്ന് നിർത്തുമോ അന്ന് തന്നെ ഇതും കൊഴിച്ചിൽ തുടങ്ങും. അതോടുകൂടി അത് പോവും. ഇറ്റ് ഈസ് സിംപ്ലി എ ബൂസ്റ്റപ്പ്. മിനോക്സിഡിൽ എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇതൊക്കെ ജസ്റ്റ് ബൂസ്റ്റപ്പ് ചെയ്ത് നിർത്തുന്നത്. അതാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആ മരുന്ന് കൊണ്ട് കുറച്ച് കിളിപ്പിക്കുന്ന പോലെ ഒരു ഫീൽ വരും. അത് വിട്ട ഉടനെ ഉള്ളതും പോകും. ഇതാണ് ഏത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാലും അവരിങ്ങനെ തന്നെ പറയുള്ളൂ. ലോങ് ടൈം നിൽക്കില്ലെന്നാണോ പറയുന്നത്? ഒരിക്കലും നിൽക്കത്തില്ല, ഒരിക്കലും ഫില്ലായിട്ട് വരില്ല. ഇന്നലെ ഞാൻ ഫോറം മോളിൽ പോയപ്പം ഒരു സീരിയൽ നടനാണ്. അദ്ദേഹം ഓടി വന്ന് എൻ്റെ അടുത്ത് ഡോക്ടറിനെ കാണാൻ വേണ്ടി ഞാൻ എങ്ങനെ കണ്ടെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ ഡോക്ടറെ, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എൻ്റെ മുടി കൊഴിച്ചില്ല, മൊത്തം മുടി പോയി. ഞാൻ പോയി ട്രാൻസ്പ്ലാന്റും ചെയ്തു. ഇതെല്ലാം കാലിയാണ്, ഒരു മുടി പോലും ഇല്ല, എല്ലാം പോയി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് എങ്ങനെ ശരിയാക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, സാർ എന്തിന് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഇത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ. വെറും 2 മണിക്കൂർ കൊണ്ട് ഒരു സർജറി ഇല്ലാതെ, ഒരു വേദന ഇല്ലാതെ, ഒരു അസ്വസ്ഥതയില്ലാതെ, ഒരു മനുഷ്യൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിദഗ്ധമായ രീതിയിൽ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. നിങ്ങൾ കുറേ കാണുന്നുമുണ്ട്. പിന്നെ സാർ എന്തിന് ടെൻഷൻ അടിക്കുന്നു? യു വിൽ ഡു ദാറ്റ് വിതിൻ ജസ്റ്റ് 2 hours. പുള്ളി വളരെ ഹാപ്പിയായി. എൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ മേടിച്ചിട്ട് പുള്ളി പോയി. പുള്ളി ആ തിരക്കിൻ്റെ ഇടയിൽ, സോറി നിങ്ങൾ പേഴ്സണലാണ്, എന്നാലും സാറേ ഒന്ന് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് പുള്ളി, നമുക്ക് എപ്പോഴാണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഓക്കെ സാർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ഇതെന്തായാലും നമ്മൾ മുകളിൽ നമ്മൾ ഹെയർ വെക്കുകയാണ്. അതെ, ഇത് സാധാരണ എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കുള്ളൊരു ഡൗട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ തല വേർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇറിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? സാറേ, ഇത് പണ്ടത്തെ പോലത്തെ വിഗ് സിസ്റ്റം അല്ല. പണ്ടത്തെ വിഗ് എന്ന് പറയുന്നത് ഇപ്പം നോർമലി നമ്മളൊരു തൊപ്പി ഇട്ടെന്നിരിക്കും. തൊപ്പി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ തൊപ്പി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് ഊരിയാൽ മതി എന്നുള്ള ചിന്തയുണ്ട്. ബിക്കോസ് അതിൽ വാക്യൂം സ്പേസ് കൊണ്ട് ചൂടായി വിയർക്കാനൊക്കെ തുടങ്ങും. ഹെൽമെറ്റ് അതല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു കൺസെപ്റ്റൊക്കെ മാറി. പണ്ടത്തെ കൺസെപ്റ്റായിരുന്നു ഈ വിഗ് വെക്കല്. ഫുൾ വിഗ് വെക്കുമ്പം അത് സേഫ്റ്റിയും ഇല്ല, കുനിഞ്ഞാൽ താഴെ പോവും. അങ്ങനത്തെ ഒരു സേഫ്റ്റി ഇല്ലാത്ത പണ്ടത്തെ വിഗുകളായിരുന്നു. അത് മാത്രമല്ല, അത് വീണ്ടും കൺവേർഷനായി ഒരു അമേരിക്കൻ ട്രെൻഡ് പ്രകാരം ലേഡീസിന് ഈ അവരുടെ ഡ്രസ്സിനനുസരിച്ചുള്ള പച്ച കളർ മുടി, നീല കളർ മുടിയൊക്കെ വെക്കാൻ അത് ഇൻ്റർലോക്കിംഗ് സിസ്റ്റം ചെറിയ ക്ലിപ്സ് വെച്ചിട്ട് ആഡ് ചെയ്തിട്ടൊക്കെ അത് തന്നെ ആണുങ്ങൾക്ക് വേണ്ടി അത് തുടങ്ങി. സെക്കൻഡ് സ്റ്റേജാണ്. അത് കഴിഞ്ഞിട്ട് അതും ഇപ്പം ആണുങ്ങൾക്കാണെങ്കിൽ അതാണെങ്കിലും അൺകംഫർട്ടബിളാണ്. മീൻസ് അവർക്ക് അതും വെച്ചുകൊണ്ട് കിടക്കാൻ പറ്റത്തില്ല, കുളിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഒരു പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കൂടുതൽ അറിവില്ല. ഇപ്പോഴത്തെ ഏറ്റവും അടിപൊളി സംഭവമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അല്ല, നമ്മൾ വർഷങ്ങളായി ചെയ്യാൻ തുടങ്ങി, ജനങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കിൻ ലെയർ തന്നെ, ഒരു മെംബ്രെൻ തന്നെ ഉണ്ടാക്കും. അതിൻ്റെ ഉള്ളിൽ ഹെയർ ഫ്യൂസ് ചെയ്യും. ആ സ്കിൻ നമ്മൾ ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫിക്സ്ഡാണ്. പിന്നെ നമുക്ക് കുളിക്കാം, ദാഞ്ഞു പിടിച്ച് വലിച്ചാലും വരില്ല, നീന്താം, എല്ലാം നോർമൽ യൂസ് ചെയ്യാം. പിന്നെ സാറ് ചോദിച്ച ക്വസ്റ്റ്യൻ, ചൂടെന്ന് പറയുന്ന സംഭവം ഉണ്ടാവത്തില്ല. എന്തിനുണ്ടാവത്തില്ലെന്നും ഞാൻ പറയാം. നമ്മൾ വെക്കുന്ന ലെയർ ഓഫ് സ്കിന്നും ഇപ്പം ഇത്ര പോർഷനാണ് അദ്ദേഹത്തിന് മുടി ഇല്ലെന്ന് നോർമലി വിചാരിക്കും. ആ പോർഷനിൽ നമ്മൾ ഈ ലെയർ ഓഫ് സ്കിൻ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വാക്യൂം സ്പേസ് ഇല്ല, ഗ്യാപ്പ് ഇല്ല. അത് കാരണം ചൂട് അവിടെ തങ്ങത്തില്ല. സോ ഈസിലി സുഖമായിട്ട് അത് വിയർത്താലും നമുക്ക് ടെൻഷനില്ല. അത് എല്ലാം വാട്ടർ പ്രൂഫ് ബേസ്ഡ് ആണ്. സോ യു ക്യാൻ ഹാവ് ബാത്ത്, യു ക്യാൻ സ്ലീപ്പ്. ഒരാൾ വന്ന് തൊട്ടാലും അറിയില്ല, വലിച്ചാലും വരില്ല. കൈ കൊണ്ട് ഇങ്ങനെ ചീവാം, കുഴപ്പമൊന്നുമില്ല. ചീപ്പ് കൊണ്ട് ചീവാം. നോർമൽ നമ്മുടെ ഹെയർ നോർമൽ ഹെയർ ആണെങ്കിൽ അത് എങ്ങനെയാണോ അങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ചോദിക്കട്ടെ, അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് വരുന്നുണ്ട്, ഒരു സർജറിക്കൊക്കെ ഒരു ഇത്ര എമൗണ്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കും. അതെ.
അതിൻ്റെ മുകളിൽ വരുമോ അതിൻ്റെ താഴെ വരുമോ ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ? സാറേ ഇതിൽ പല പല ക്വാളിറ്റി ഉണ്ട്. ആ, ഒരു കസ്റ്റമറിൻ്റെ ബഡ്ജറ്റിനനുസരിച്ചാണ് ഈ ക്വാളിറ്റീസ് ഉള്ളത്. ഇപ്പോൾ ഏത് കസ്റ്റമർ വന്നാലും അവർക്ക് ഇപ്പം നമ്മുടെ അടുത്ത് മുക്കാലും ഫിലിം സ്റ്റാർസാണ്. നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ സിദ്ദിഖാണെന്ന് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ഫിലിം സ്റ്റാർ സിദ്ദിഖാണ്. സിദ്ദിഖ് സാറാണ് പണ്ട് തൊട്ടേ എന്ന് പറഞ്ഞാൽ ഒരു 28 വർഷമെങ്കിലും ആയിട്ടുണ്ട് മിനിമം ഞാൻ സാറിന് സർവീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പുള്ളിയുടെ എല്ലാ പടത്തിലും എല്ലാ വേഷങ്ങളും ഞങ്ങളാണ്, ഗേറ്റ് വേ ആണ് ചെയ്യുന്നത്. അപ്പം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നത്. മീൻസ് അതിൻ്റെ അർത്ഥം ഫിലിം സ്റ്റാർസിന് മാത്രമല്ല നമ്മൾ സാധാരണക്കാരനും ചെയ്തു കൊടുക്കും. പിന്നെ ഉറപ്പായിട്ടും അതെ അതെ, പല പല റേഞ്ചസ് ആണ്. നമുക്ക് ചെറിയ പൈസയുടെ വേണ്ട, നമുക്ക് ഹൈ റേഞ്ചിൻ്റെ വേണമെങ്കിൽ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഓരോ മുടി തിരഞ്ഞെടുത്ത് നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഫീൽ കിട്ടുന്ന ഹെയറൊക്കെ ഉണ്ട്. അതും നമുക്ക് ചെയ്യാൻ നോർമലായിട്ടില്ല, നമുക്ക് നോർമലായിട്ടിരുന്നാൽ മതി, ആരും തിരിച്ചറിയരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലത്തെ ചെയ്യാൻ പറ്റും. സാധാരണക്കാരന് സാധാരണ രീതിയിലുള്ള പൈസയ്ക്കും എനിക്ക് ഇത്ര പൈസ ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ പൈസയ്ക്കും ചെയ്യാൻ പറ്റും. അതെ, ഇത് പൊട്ടിപ്പോവുക അങ്ങനത്തെ ദിസ് ഈസ് എ 100% ഹ്യൂമൻ ഹെയർ, ബട്ട് ഇറ്റ് ഈസ് എ ഡെഡ് ഹെയർ. അതെന്ന് പറയുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പോട്ടെന്ന് ഒരു 2 വർഷം വരെ ഉപയോഗിച്ചാലും വിഷയമല്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് അത് പോയപ്പോട്ട് വേറെ ചെയ്താൽ മതിയല്ലോ. എല്ലാ മനുഷ്യന്മാരും 6 മാസം കൂടുമ്പോൾ മൊബൈൽ മാറും ഇല്ലേ? നമ്മൾ മുടിയാണ്, നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി കൂട്ടുന്ന ഒരു ഹെയറാണ്. ഒരു 1.5-2 വർഷം ആകുമ്പോൾ മാറിയാൽ എന്താ കുഴപ്പമുള്ളത്? It's not a problem. I don't think this is a big burden for people. ഹ്യൂമൻ ഹെയർ തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ 100% ഹ്യൂമൻ ഹെയർ ആണ്. പഴയ ഇപ്പൊ വിഗ് എന്ന് പറയുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ പോയി. സിന്തറ്റിക് ഹെയർ, പ്ലാസ്റ്റിക് മുടി അതൊന്നും ഇല്ല. ഇപ്പൊ 100% ഹ്യൂമൻ ഹെയർ ആണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് ആ ഹെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രഷ്യസ് സംഭവമാണ്. അതേ ഹെയർ തന്നെയാണ്. മീൻസ് പലർക്കും പല രീതിയിലുള്ള മുടികളാണുള്ളത്. ഇപ്പോൾ സാറിന് ചുള്ളം മുടിയാണ്, എൻ്റെ കോലം മുടിയാണ്. അങ്ങനെ പലർക്കും പല ടൈപ്പ്, അവർക്ക് ഏത് ടൈപ്പ് മുടിയാണോ ആ ടൈപ്പ് ഹെയർ നമ്മൾ കൊടുക്കും. അത് തിരിച്ചറിയാൻ പറ്റത്തില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത്. സാധാരണ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ വിഗിന്റെ ഒക്കെ കാലം കഴിഞ്ഞു, ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ആയി, അതിലാണ് ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെ വിചാരിച്ചിരുന്നേ. ഇപ്പൊ ഈ ഞാനടക്കം ഇങ്ങനെ ഇരിക്കുന്നവരെ ഇപ്പോഴാണ് മനസ്സിലായി ഇത് ഇങ്ങനെ ഇതിലും അഡ്വാൻസ് ടെക്നോളജീസ് ഒക്കെ വന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റ് ഈസ് എ റിസ്കി പ്രോസസ്സാണ്. അതെന്ന് പറയുമ്പോൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഉടനെ മുടി അങ്ങോട്ട് വളർന്നു വരുമെന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഒരു 1.5 വർഷമൊക്കെ നീണ്ടു നിൽക്കും അത് ഫുൾ ഗ്രോത്ത് വരണമെങ്കിൽ. അന്ന് ഇവർ പറയും. അപ്പോഴത്തേക്കിന് മുടി വന്നില്ലെങ്കിൽ പിന്നെയും ഡെസ്പറേറ്റ് ആയിട്ട് എന്തോരം പേര് മുടി വയ്ക്കാതിരിപ്പുണ്ട്. ഇനി ഒരു പുലിവാലിന് എന്തിനു പോകണമെന്ന് പറഞ്ഞ് വരാതെ കസ്റ്റമറുണ്ട്. അല്ലെങ്കിലും എൻ്റെ അടുത്ത് കുറേ കസ്റ്റമർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ളവർ എൻ്റെ അടുത്ത് വരാറുണ്ട്. സാറേ ഇത് മുടി പോയി, ഇനി ഒന്നും ചെയ്യാനില്ലെന്നും പറഞ്ഞിട്ടും കാര്യമില്ല. വഴക്കിന് പോയിട്ട് എന്താ സാറേ പ്രയോജനം? എനിക്കിപ്പോൾ ആ ഭാഗത്ത് മുടി വെച്ച് തരണം പ്ലീസ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന എന്തോരം പേരുണ്ട്. കല്യാണപ്രായമുള്ള പയ്യന്മാരുണ്ട്. അവർ ഇതിൽ പോയി ചാടിയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ആകെ സർജറി ചെയ്ത് സാറിന് അറിയാമല്ലോ എത്ര അപകടം പിടിച്ച ഒരാളുടെ എറണാകുളത്ത് തന്നെ എന്തൊക്കെ ബാക്ടീരിയ സ്കിന്ന് തന്നെ തിന്നിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ. സൈഡ് എഫക്ട്സ് ഇഷ്ടംമാതിരി ഉണ്ട്. സർജറിക്ക് ഇഷ്ടംമാതിരി സൈഡ്. ഇതൊക്കെ റിസ്ക് എടുക്കാതെ ഈസി ആയിട്ട് വെറും 2 മണിക്കൂർ കൊണ്ട് പടപടയെന്ന് മുടിയും ഫിക്സ് ചെയ്യും. ഇപ്പം നമുക്ക് ഇത്ര സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് കുറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളിലും ഒരു മുറി 100 by 100 സ്ക്വയർ ഫീറ്റിൻ്റെ മുറിയിൽ ഒരു ട്രാൻസ്പ്ലാന്റ് തുടങ്ങാൻ എന്തായാലും ബുദ്ധിമുട്ട്. ഒരു ഡോക്ടറിൻ്റെ എല്ലാം ആവശ്യമുള്ളൂ അല്ലേ? നമ്മുടെ എല്ലാ സെൻറ്റേഴ്സിനും ഡോക്ടറിനെ ഹയർ ചെയ്യാൻ പറ്റും. എനിക്ക് ഐഡിയ ഇല്ലെന്നൊന്നുമല്ല, ഞാൻ മണ്ടനൊന്നുമല്ല, എനിക്കറിയാം. പക്ഷേ വി ഷുഡ് നോട്ട് ചീറ്റ് എനിബഡി. അതാണ് സംഭവം. ജെന്യൂൻ ആയിട്ടുള്ള സംഭവം കസ്റ്റമേഴ്സിന് വിൽക്കണം. അത് അവർക്ക് ഉപയോഗിച്ചാൽ അത് സക്സസ്സും ആവണം. അതാണ്. വെരി ഗുഡ്. യെസ്. ഓക്കെ സാർ. അതുപോലെ തന്നെ ഇപ്പോൾ സിദ്ദിഖ് സാറിൻ്റെ കാര്യം പറഞ്ഞു. സിദ്ദിഖ് സാറാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ. നമ്മൾ എടുത്തു പറയേണ്ടത് സിദ്ദിഖ് സാർ യൂസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. സിദ്ദിഖ് സാറിന്റെ വിഗ് ചില സ്ഥലങ്ങളിൽ വിഗ് ഇല്ലാതെ അദ്ദേഹം പല വേദികളിൽ വരാറുണ്ട്. അപ്പോൾ പക്ഷെ ഓരോ സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടർ ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല അതൊരു വിഗാണെന്ന്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അത് നമ്മളാണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് ചെയ്യുന്നത്. പക്ഷെ സിദ്ദിഖ് സാറ് അത്രയും
പെർഫെക്റ്റായിട്ട് സൂക്ഷിക്കുന്ന ആളുമാണ്. ഹെയർ ഭയങ്കര അദ്ദേഹം തന്നെ ചീവി അത് പെർഫെക്റ്റ് ആണോ നോക്കി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് സിദ്ദിഖ് സാർ. അദ്ദേഹം എനിക്ക് ഫോട്ടോസ് അയച്ചു തരും, ഈ രീതി വേണമെന്ന്. അതേ രീതി നമ്മൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി. അതെ. പിന്നെ അതുമല്ല, അദ്ദേഹത്തിന് പണ്ടൊക്കെ വിഗായിരിക്കും, ഇപ്പം വിഗിന്റെ സിസ്റ്റം അല്ല, നമ്മൾ ഈ സ്കിന്നാണ് കൊടുക്കുന്നത്. കംഫർട്ട്. അദ്ദേഹം പറയുന്നത് സേവരെ ഇത് ഭയങ്കര ഭാരമുള്ള സാധനമാണ്, ഈ ക്ലിപ്പും പരിപാടിയൊന്നും പറ്റത്തില്ല, ഇത് എനിക്ക് വേദന, ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് സംഭവം അടിപൊളിയായിട്ട് ഹെയർ വേണം, പക്ഷേ എനിക്ക് അസ്വസ്ഥത ഉണ്ടാകാൻ പാടില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു വൈ നോട്ട് സാർ, എന്താ സാറിന് എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഞാനത് കറക്റ്റായിട്ട് സാറിന് റെഡിയാക്കി അങ്ങനെ ചെയ്ത് കൊടുത്തു. ഈസ് വെരി ഹാപ്പി വിത്ത് മീ. ഓക്കെ ഓക്കെ. ഇപ്പം 94 ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെയർ ഫിക്സിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ വിഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഡ്രാമ, നാടകങ്ങൾ, ബാലെ, ഇതിലൊക്കെ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വിഗുകളാണ്. പിന്നെ അത് നമ്മൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ പണ്ട് വിഗ് വെക്കുന്നവരെ നമുക്ക് കണ്ടറിയാം, ആയിരിക്കുന്ന വിഗ് ആണല്ലോ, ഒരു പരിഹാസ രൂപേണയാണ് അവരെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല, പക്ഷെ എന്നാലും ഇതേ തലയിൽ വിഗ് വെച്ചിട്ടാട്ടോ അയാൾ പോകുന്ന ഒരു കളിയാക്കൽ ഒരു നാട്ടിൻപുറത്ത് ഉണ്ടായിരുന്നു. നാട്ടിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ ഉണ്ടാവും മനസ്സിലാവാത്ത രീതിയിൽ. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ സാർ പറയുന്ന പോലെ ആർക്കും ടെൻഷൻ ഇല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ സ്ത്രീകൾക്കും വെക്കാലോ, ഇതേപോലെ തന്നെ സ്ത്രീകൾക്കും വെക്കാം. ഷുവർ. അവർക്ക് ഇപ്പൊ സ്ത്രീകള് നോർമലി കഷണ്ടി ആകുന്നത് കുറവാണ്, പക്ഷെ അവർക്ക് ഉള്ളു കുറയും. പ്രായമാകുമ്പോൾ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ഉള്ളൊക്കെ കുറയും. ആ ഉള്ള് അതേപോലെ വോള്യൂമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിൽ അവർക്ക് സിമ്പിൾ ടെക്നിക്സ് ഉണ്ട്. അത് അവർ വരുമ്പോൾ ക്ലിയർ ആയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ അവർക്ക് ഇത് ചെയ്ത് എത്രയോ ലേഡീസ് ചെയ്യുന്നുണ്ട്. ചില ലേഡീസ് ഇതിന് മാത്രമല്ല, പാർട്ടി വെയർ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് ഹെയർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പാർട്ടി വെയർ ആയിട്ട് ആർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ, അറിഞ്ഞാൽ പിന്നെ അത് മോശമല്ലേ. അറിയാൻ പറ്റാത്ത രീതിയിലുള്ള പാർട്ടി വെയർ ഹെയർ നമുക്ക് ചെയ്തു കൊടുക്കാം, പിന്നെ ഉറപ്പായിട്ടും. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ളവർ, തിന്നിങ് വന്നവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. തിന്നിങ് ആയിട്ട് അമ്മച്ചിമാർക്ക്, ചില അമ്മച്ചിമാർക്ക് വെള്ള മുടി തന്നെ വേണമെന്ന് പറയും, അതും ചെയ്തു കൊടുക്കും. വെള്ളമുടി വേണം, അത് മനസ്സിലാവാതിരിക്കാൻ. അവരുടെ എല്ലാം ഉള്ളിൽ പോയിട്ടുണ്ടാവും. അവർ മാനസികമായിട്ടേ മുടിയെല്ലാം പോയി, ഇതിൽ ഓട്ടിയെല്ലാം കാണാം, എവിടെയെങ്കിലും പോകാനും ആരോടും സംസാരിക്കാൻ ബുദ്ധിമുട്ട്. അവർ സ്റ്റൈലിന് വേണ്ടിയിട്ടല്ല, പക്ഷെ അവർ സുഖമായിരിക്കുന്നു എന്ന്. ഇല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും എന്താ രോഗമായോ, എന്താ അസുഖം എന്ന് ചോദിക്കും. ഈ മുടി കൊഴിഞ്ഞു പോകുമ്പോൾ മനുഷ്യൻ ക്ഷീണിച്ച പോലെ ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ അവർ പറയാം അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയും, നമ്മളത് ചെയ്തു കൊടുക്കും. പിന്നെ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നായിരുന്നു, ഒരു അദ്ദേഹം കൊല്ലക്കാരനാണ്. അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ചെറിയൊരു സർജറി ഉണ്ട്, പക്ഷേ സർജറിക്ക് മുന്നേ എനിക്ക് മുടി വെക്കണം. ഞാൻ പറഞ്ഞു ഞാനെന്താ സാറേ? ഇല്ല, ഞാൻ ആശുപത്രി കിടക്കുമ്പോഴേ ഈ കഷണ്ടിയായിട്ടൊക്കെ കുറേ നേഴ്സുകളൊക്കെ ഉണ്ടോ. ഉള്ളിൽ എല്ലാ മനുഷ്യനും ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ആ മുടിയിലാണ് ഈ കോൺഫിഡൻസിൻ്റെ സംഭവം. മുടി വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യൻ്റെ ഒരു ഭാവം മാറും, ഒരു കോൺഫിഡൻസ് കിട്ടും. അതാണ് മനുഷ്യന് ഈ മുടി വേണം എന്ന് പറയുന്നത്. കഷണ്ടിയായിട്ട് നടക്കുന്ന ആൾക്കാർ ഇഷ്ടംമാതിരി ഉണ്ട്. അവർ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവരുടെ ഇന്നർ സെൻസിൽ ഉണ്ട് ഒരു കുഴപ്പമുണ്ട്, മുടിയില്ല എന്നുള്ള ഫീലുണ്ട്. അത് വരുമ്പോൾ അവരുടെ ഭാവം തന്നെ മാറും. റിയാക്ഷൻസ് they will have a good confidence in them. I am sure, because ഞാൻ ഇത്ര വർഷമായിട്ട് ഈ ഹെയറിൻ്റെ ബിസിനസ് തന്നെ ചെയ്യുന്നു. ഞാൻ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പുണ്ട്, മുടി, ഹെയർ മേക്സ് എ ബിഗ് റോൾ ഇൻ എ പേഴ്സൺ. തീർച്ചയായിട്ടും. നമുക്ക് എക്സ്ട്രാ, നമ്മൾ പറയില്ല, ഒരു സ്ഥലത്തേലും നമ്മുടെ ഡ്രസ്സ് നല്ലതാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ കോൺഫിഡൻസ് കിട്ടും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഹെയറും എല്ലാത്തിനും ഒരു എന്താ പറയുക സപ്പോർട്ട് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഈ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ റൂട്ടുകളുണ്ടല്ലോ, ഡാമേജ് ആവാത്ത നല്ല റൂട്ട്, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? നമ്മൾ ഉള്ളിടത്ത് എന്തിനാണ് വെക്കുന്നത്? ഉള്ളിടത്ത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇല്ലാത്തടത്ത് മാത്രം ഫിക്സ് ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല, ഇതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഹെയർ റൂട്ട്സിന് ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. എന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹെയർ റൂട്ട്സിനെ സപ്രസ് ചെയ്യുന്ന ഒരു പണിയും നമ്മൾ ചെയ്യുന്നില്ല. രണ്ടാമത്തേത്, അത്
കാലക്രമേണ അവരുടെ മുടി പോകാനുള്ള സമയത്ത് പോകുന്നല്ലാതെ ഇതുകൊണ്ടൊരിക്കലും പോകത്തില്ല. അതായിരുന്നു വേറൊരു ഡൗട്ട്. പണ്ട് കാലത്തുള്ള സംഭവം വെക്കുമ്പോൾ ചൂട് കൂടുതലായിരുന്നു. അത് ബിക്കോസ് അത് ഫുൾ വിഗ് ആവും, ആവി ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ക്യാപ്പിന്റെ ഫീൽ പോലുള്ള ഒന്നുമില്ല. ലേറ്റസ്റ്റ് ആണ്, തിൻ ലെയർ ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടുത്ത് വന്ന് ഇങ്ങനെ തെരഞ്ഞു നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒരാൾ വന്ന് തൊട്ടാലും മനസ്സിലാകത്തില്ല. ഇപ്പൊ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ, ഒരാള് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ആ പെണ്ണ് വന്ന് തലമുടി തൊട്ടാലും മനസ്സിലാവില്ല അയാളുടെ വെച്ചതാണ്, മനസ്സിലാവില്ല. എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ ഉണ്ട്, എനിക്ക് തോന്നുന്നത് തൃശ്ശൂരുകാരനാണ്. 24 വർഷമായി എൻ്റെ അടുത്ത് മുടി വെച്ച്. പുള്ളിയുടെ ഭാര്യ ഇതേവരെ അയാൾ കഷണ്ടി ആയിട്ടുള്ള പടം കണ്ടിട്ടില്ല, നേരിട്ടും കണ്ടിട്ടില്ല. 24 വർഷമായിട്ടും ഭാര്യ കൂടെ ഉണ്ട്. കല്യാണം കഴിക്കുന്ന സമയത്താണ് ഇയാൾ മുടി വെച്ചത്. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചാണ്, സാറേ ഇവരുടെ അടുത്ത് ഞങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇതിപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പറയണമല്ലോ. ഞാൻ പറഞ്ഞു, സാറേ പറയണം, പക്ഷേ സാറ് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ ഹെയറിൻ്റെ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. വേറെ ഒന്നും പറയാൻ വേണ്ട, ഹെയർ ഡൂയിങ് ഞാൻ ചെയ്തിട്ടുണ്ട്, അന്ന് ചെറിയൊരു സംഭവം ചെയ്തിട്ടുണ്ട്, കള്ളം പറയാൻ പോണ്ട, ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അയാളുടെ കഷണ്ടിയായിട്ട് ഇതേവരെ 24 വർഷമായിട്ട് അറിയില്ല. ഇല്ല, അറിയാം എന്താ ചെയ്യുന്നുണ്ടെന്നറിയാം, പക്ഷേ കഷണ്ടിയായിട്ട് കണ്ടിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്റർവ്യൂ കാണുന്ന എല്ലാ ഭാര്യമാരും ഇത് എന്റെ കെട്ടിയവരെങ്ങാനും ആണോ ഒന്ന് വലിച്ചു നോക്കും പോയിട്ട് മിക്കാറും വലിച്ചാലും വരില്ലല്ലോ. അതെന്നാലും മനസ്സിലാവില്ലേ സാറേ? ഇപ്പൊ എന്റെ ഹെയർ ഇപ്പൊ 2-3 ദിവസം കഴിയുമ്പോൾ എന്റെ ഹെയർ കൊഴിഞ്ഞു പോവുകയാണ്. അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എന്റെ എങ്ങനെയായിരുന്നു എന്റെ സ്റ്റൈല് അതേപോലെ തന്നെ ഇതേപോലെ ചുരുളമുടി ഉണ്ടാക്കി തരാം. ഓ, അതാണ് നമ്മള് ഫേസ് മാറാതെ തന്നെ നമ്മുടെ പഴയ ലുക്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര അതിശയമുള്ള ഒരു കാര്യം കേട്ടോ. അതൊക്കെ ഹെയർ ചാടി പോവില്ല, സ്വിം ചെയ്യാം. നോർമലി നമ്മള് നോർമൽ മനുഷ്യന്റെ മുടി പോലെ തന്നെ അതേ ഉറപ്പിൽ നിൽക്കുകയും ചെയ്യുന്നു. ഓ, നൈസ് നൈസ്. ശരിക്കും മുടി കൊഴിയാൻ കാരണം, മുടി എങ്ങനെ പോകുന്നത് നമ്മുടെ? സർ, മുടി കൊഴിയാൻ പല കാരണങ്ങളുണ്ട്. ഫസ്റ്റ് കാരണം ഇത് സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. നമ്മളുടെ മുടി കൊഴിച്ചിലാണ് എന്നുള്ള ചിന്തയുണ്ടല്ലോ, അത് തന്നെയാണ് കൂടുതൽ മുടി കൊഴിപ്പിക്കുന്നത്. ആക്ച്വലി നമ്മുടെ സെൽസിനെ, നമ്മളുടെ ചിന്ത നമ്മുടെ സെൽസിനെ ഡിപ്രസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരാൾ ആശുപത്രിയിൽ മരിക്കാൻ കിടക്കുക. അപ്പോൾ അയാൾ പറയും ഞാൻ മരിക്കുകയാണെന്ന് പറഞ്ഞാൽ അയാൾ ഉറപ്പായിട്ടും മരിക്കും. ബിക്കോസ് ആ സെൽസ് ഡിപ്രസ്ഡായി. അതേപോലെയാണ് മുടിയും. നമ്മൾ ഒരു പക്ഷേ ആ മനുഷ്യൻ പറയുകയാണ് ഞാൻ ജീവിക്കുക, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ വേണം, പക്ഷെ എന്നാൽ പോലും അതിനേക്കാട്ടിലും പവർഫുള്ളാണ് നമ്മളുടെ ആ സെൽഫ് കോൺഫിഡൻസ്. അതേപോലെയാണ് നമ്മുടെ മുടിയും. നമ്മൾ ഡിപ്രസ് ആയാൽ ഹെയറിൻ്റെ സെൽസും ഡിപ്രസ്ഡ് ആവും. അപ്പോൾ മുടി കൊഴിച്ചിൽ പടപടേന്ന് പറയും. അതൊന്നും ആകത്തില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഡാൻഡ്രഫ് വന്നാൽ മുടി വേഗത്തിൽ കൊഴിയും. എന്തിനെന്ന് പറഞ്ഞാൽ അതിനും ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളൊരു ചെടിയുടെ അടിയിൽ സിമെൻറ്റ് ഇട്ട ആ ചെടി വളരുമോ? ഇല്ല, ചത്തു. അതേപോലെയാണ് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമ്മുടെ പോഴ്സിനെ ക്ലോസ് ചെയ്ത് കളയും. അവിടെ മുടി കിളിക്കാൻ, അത് ഡാൻഡ്രഫ് നമ്മൾ ഇല്ലാതാക്കണം. മെയിൻ എന്ന് പറയുന്നത് അത് പോയി നന്നായിട്ട് എണ്ണ പുരട്ടണം. അതിനാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത്, വലിയച്ഛന്മാരൊക്കെ പറയുന്നത്, എടാ എണ്ണ തേച്ച് കുളിക്കുക. ആരും എണ്ണ തേച്ച് കുളിക്കില്ലല്ലോ. ലോജിക് ഈസ് ദിസ്, നമ്മൾ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനൊരു സൂതനിങ് ഉണ്ടാവും. അവിടെ ഡ്രൈ സ്കിൻ വരത്തില്ല. ഡെയിലി എണ്ണ തേച്ച് കുളിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളെല്ലാവരും എണ്ണ തേക്കുമ്പോൾ ആഞ്ഞു പിടിച്ച് തേക്കും. അങ്ങനെയല്ല തേക്കുക. എന്തിനു ഈ ആഞ്ഞു പിടിച്ച് തേക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അത് സോഫ്റ്റായിട്ട് എല്ലായിടത്തും എണ്ണ വരട്ടി ജസ്റ്റ് സോഫ്റ്റ് ടച്ചിൽ ചെയ്താൽ മതി. കുളിക്കുമ്പോഴും നമ്മൾ ആഞ്ഞായിട്ട് തേക്കരുത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം, വീണ്ടും അതിനൊരു എക്സാമ്പിൾ. സമുദ്രതീരത്തിൻ്റെ കല്ലുകൾ എന്തിനാണ് ഉരുണ്ടിരിക്കുന്നത്? അത് ബിക്കോസ് ഈ തിര അടിച്ചടിച്ചടിച്ച് അതിൻ്റെ സർഫേസ് സ്മൂത്ത് ആവുന്നതാണ്.
അതേപോലെയാണ് നമ്മൾ കൂടുതൽ പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലയും സ്മൂത്ത് ആകും. കൂടുതൽ അതിൽ പ്രഷർ ഇട്ട് തോർത്തുമ്പോഴും ഒരു ജസ്റ്റ് അതിനെ ഒന്നും ഇതില്ലാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്താൽ മതി. ഓവറായിട്ട് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടും, മുടി കൊഴിയും. ഈ അമർത്തിയൊക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ വെള്ളം ഇറങ്ങി അങ്ങനെ വരും ഇങ്ങനെ വരും അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ ഇതുവരെ തോർത്തിയിട്ടില്ല. ഞാൻ അങ്ങനെ ആഞ്ഞ് തോർത്താറുമില്ല. അങ്ങനെ തന്നെ സൂക്ഷിക്കണം. നീരിറങ്ങും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതൊന്നും എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ട്. ഇറ്റ് ഈസ് ഓൾ സൈക്കോളജി ബേസ്ഡ്. പിന്നെ തണുപ്പൊക്കെ അടിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ശ്രദ്ധിച്ച് ജസ്റ്റ് അമർത്തിയാൽ മതിയല്ലോ, വെള്ളമൊക്കെ ഒപ്പിപ്പോരുമല്ലോ. എന്തിനാണ് ഇത്രമാത്രം തോർത്തി അതിനെ നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഡാൻഡ്രഫ് ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സൈക്കോളജിക്കലി നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. കന്നാലികളെ കണ്ടിട്ടുണ്ടോ പണ്ട്? ഇപ്പോഴൊന്നും കാണാനില്ല. കന്നാലികളെ കൊണ്ടുപോയി ഈ തോടിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് അവർ നന്നായിട്ട് തേച്ച് അരച്ച് കഴുകുമ്പോൾ ഇതിൻ്റെ കന്നാലിയുടെ മുടിയൊക്കെ പോവും. പക്ഷേ ആ കന്നാലിയുടെ മുടി മൊത്തം തിരിച്ചു വരും. എന്തിനാണെന്നറിയാം? കന്നാലി ചിന്തിക്കത്തില്ല എൻ്റെ മുടി പോവുകയാണെന്ന്. അതിന് ചിന്തിക്കാൻ ശേഷിയില്ല, അതുകൊണ്ട് അതിൻ്റെ മുടി തിരിച്ചു വരും. സോ ദാറ്റ് ഈസ് ദ ലോജിക്. നമ്മൾ കൂടുതൽ അതിനെ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കിളിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറയും, നമ്മൾ കഷണ്ടിയായി മാറും. ദൈവം എല്ലാവർക്കും മുടി കൊടുത്തിട്ടുണ്ട്, അത് സൂക്ഷിക്കാൻ നമ്മൾ പഠിക്കണമെന്നേ ഉള്ളൂ. അതാണ്. ഇപ്പം ഞാനൊരു ഹെയർ ഫിക്സിങ് ചെയ്യുന്ന ആളാണ്, എൻ്റെ ബിസിനസ്സിന് വിരുദ്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ എല്ലാവരുടെയും മുടി അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ദൈവം വേറെ രീതിയിൽ ബിസിനസ് കിട്ടും. നമ്മളിപ്പോൾ ഹെയർ ഫിക്സ് ചെയ്യുന്ന ഏരിയയിൽ ഈ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഒന്നും വരില്ല അല്ലേ? ഫിക്സ് ചെയ്യുന്ന ഏരിയയിൽ ഒരിക്കലും ഡാൻഡ്രഫ് വരില്ല. ബിക്കോസ് അവിടെ മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് ഉണ്ടാവും. അവിടെ ഒരിക്കലും ഡ്രൈ ആയിരിക്കില്ല. അത് കാരണം ഒരിക്കലും അവിടെ ഡാൻഡ്രഫ് വരില്ല. അതാണ് ആൾക്കാരുടെ പേടിയുണ്ട്. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ ആകെ പെട്ടില്ലേ, ചുഴന്നു നടക്കേണ്ടി വരുമല്ലോ എന്നുള്ള. ഒരിക്കലും വരത്തില്ല. അവിടെ എപ്പോഴും അവിടെ ഡ്രൈ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഡാൻഡ്രഫ് ഒരിക്കലും വരും. ബാക്കി സൈഡ് അവർ ശ്രദ്ധിക്കണം. അവരത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഡാൻഡ്രഫ് ഇല്ലാതാക്കണം. ഈ ഹെയർ ഫിക്സിംഗ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഇതെങ്ങനെ സാറിന് കിട്ടിയ? കാരണം ഒരാൾ ചെയ്താലല്ലേ നമുക്കത് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എല്ലാവരുടെ ധാരണ, കോപ്പി ചെയ്തതാണെന്നുള്ള ധാരണയുണ്ട്. പക്ഷേ ഈ ഹെയർ ഫിക്സിംഗ് എന്ന് പറയുന്ന പേര് ഗൂഗിളിൽ പോലും ഇല്ല. അത് ഞാനാണ് ഉണ്ടാക്കിയത്. ഇല്ല, ഇത് ഹെയർ ഫിക്സിംഗ് എന്ന് പറയുന്ന സംഭവത്തിലോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ ഫാദർ ഡോക്ടറാണ്. അപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ഞാൻ അപ്പൻ്റെ കൂടെ നിൽക്കണമെന്നാണ് അപ്പൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ കണ്ടോണ്ടിരിക്കുന്നതല്ലേ, രാവിലെ ഇന്ന് രാത്രി വരെ ഉറക്കമില്ല. ആൾക്കാർ വന്ന് അപ്പം തന്നെ എഴുന്നേൽപ്പിക്കുമ്പോൾ സീരിയസ് ഉണ്ട്. 2 മണി 3 മണി രാത്രി. ഇതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് ആർക്കും അറിയാത്തൊരു ടെക്നിക്ക് പഠിപ്പിച്ചു തരണേ. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ സംഭവം മനസ്സിലാക്കിയത്. US ഇതിൻ്റെ ടെക്നിക്സൊക്കെ ഉണ്ട്. അങ്ങനെ മനസ്സിലാക്കി ആ കമ്പനിയുമായിട്ടൊരു ടൈപ്പ് ആക്കി അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, അപ്പോൾ സ്റ്റാർട്ടിങ് ഇത് തുടങ്ങിയ ടൈമിൽ ആളുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആളുകൾക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ചിന്ത. പക്ഷെ ആർക്കും വിശ്വാസമില്ല. പണ്ടും ട്രാൻസ്പ്ലാന്റ് ഉള്ളത് കൊണ്ട് അവർക്കൊരു ഇത് ഫെയിലിയറാണ് എന്നുള്ള ഒരു ചിന്താഗതി അവരുടെ ഉള്ളിലുണ്ട്. ഇത് മരുന്നൊക്കെ എല്ലാം അറിയാമല്ലോ. എണ്ണ എന്ന് പറയും, ഓയിലും കൊണ്ട് തലമുടി കിളിപ്പിക്കും. നമ്മുടെ തലയെന്ന് പറയുന്നത് ഒരു കൃഷി ഏരിയ ഒന്നുമല്ല. വളം കൊടുത്ത് കിളിപ്പിക്കാനുള്ള സംഭവം. എണ്ണയും കൊണ്ട് ഒരിക്കലും മുടിയൊന്നും കിളിക്കൊന്നുമില്ല. അങ്ങനെ ജനങ്ങളുടെ ഉള്ളിൽ ഈ എണ്ണ തേച്ച് മുടി കിളിപ്പിക്കുന്നുള്ളത് തട്ടിപ്പ് എല്ലാവർക്കും അറിയാം. ഞാൻ ഫസ്റ്റ് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് സ്ഥാപനം തുടങ്ങുമ്പം ആൾക്കാർ അടുത്ത തട്ടിപ്പാന്നുള്ള രീതിയിലാണ് നമ്മളെ കണ്ടത്. പിന്നെ അങ്ങോട്ട് പരസ്യം അതും ഇതൊക്കെ തുടങ്ങി ജനങ്ങൾക്ക് വിശ്വാസമായി തുടങ്ങിയപ്പം പിന്നെ ആൾക്കാർ ക്യൂ ആയിരുന്നു എൻ്റെ അടുത്ത്. പണ്ട് 1994 വിഷയമാണ് ഞാൻ പറഞ്ഞത്, 1994.
ഇപ്പം ട്രാൻസ്പ്ലാന്റേഷൻ വന്നു, ആൾക്കാർ വന്നതല്ല അന്നുകൊണ്ട് ഇത് പബ്ലിസിറ്റി കൂടി ജനങ്ങളുടെ തലയിൽ ഇതും കൊണ്ട് സക്സസ് ആവും എന്നുള്ള ആ മെൻ്റൽ പ്രഷറാണ്. 10 പ്രാവശ്യം നീ വട്ടൻ എന്ന് പറഞ്ഞാൽ അവൻ ഏകദേശം ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ വട്ടനല്ലേ. അതുപോലെ ഈ സോഷ്യൽ മീഡിയ എല്ലായിടത്തും ഘോഷിക്കാൻ തുടങ്ങി, ട്രാൻസ്പ്ലാന്റ് കൊണ്ട് മുടി വരും. മുടി വെച്ചവനെല്ലാം പ്രശ്നത്തിലാണ്. അതെ, മുക്കാൽ ആൾക്കാരും പ്രശ്നത്തിൽ. ഓക്കെ സാർ, ഇനി ഒരു കാര്യം കൂടി, ഈ കരടി നെയ്യ് വരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ താടി വളരുന്നൊക്കെ പറയുന്നത് വെറുതെ സാറേ. നേരത്തെ ഒരു എണ്ണ കമ്പനി, ഇപ്പോഴും എണ്ണ കമ്പനി ഉണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് ഇങ്ങനെ ഗ്ലൗസ് ഒക്കെയാണ് അതിൻ്റെ പാക്കറ്റിലുള്ളത്. എന്തിനെന്ന് പറഞ്ഞാൽ ആ എണ്ണ കയ്യെ പെട്ടിയത് ഇവിടെയും കിളിക്കുമെന്ന് അവർ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റ്സ്, അങ്ങനെയൊക്കെയാണ്. അവർ വേറെ ചീപ്പിൽ ഒരു എണ്ണ ചീപ്പുണ്ട്, ആ ചീപ്പിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വിടണം, ഇല്ലെങ്കിൽ കയ്യിൽ വല്ലതും പറ്റിയ പ്രശ്നമാണ്. അങ്ങനെയൊക്കെയാണ് പരസ്യങ്ങൾ. അങ്ങനെയൊക്കെ ഈ എണ്ണ ഉണ്ടാക്കുന്ന കമ്പനിയിൽ എല്ലാവരും കരടീനെ കൂട്ടായിട്ടുണ്ടാവും, മേല് മൊത്തം രോമം അല്ലേ? അതാണ് ഈ സംഭവം, അതാണ് അഡ്വർടൈസ്മെന്റ് കൊണ്ട് എല്ലാം വിൽക്കാൻ പറ്റും. പക്ഷെ നമ്മളെന്ന് പറയുന്നത് ഇത്ര വർഷമായിട്ട് 31 വർഷം കഴിഞ്ഞ് 32ാമത്തെ വർഷത്തിലാണ് എൻ്റെ ഈ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സാണ് എന്നെ വിശ്വസിക്കുന്നത്. ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് 100% സാറ്റിസ്ഫൈഡ്. അതെ. ഓക്കെ. അല്ല, മെയിൻ ആയിട്ടൊരു കാര്യം സർജറി ഒഴിവാക്കാന്ന് പറയുമ്പോൾ ഇത്ര നല്ലൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ പലരും എത്ര പൈസ കൊടുത്താലും പ്രയോജനമില്ലെങ്കിൽ പിന്നെ വിതൗട്ട് സർജറി ഈസി മെത്തേഡ്. ഒരു വേദനയില്ല, ഒരു അസ്വസ്ഥതയില്ല, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല, അടിപൊളിയല്ലേ. പിന്നെ ഏത് ടൈപ്പ് വേണമെങ്കിലും ചെയ്യാം, നോർമൽ അല്ല, ഏത് അടിപൊളി ടൈപ്പും ചെയ്യാം. പിന്നെ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? വലിയ പണിയൊന്നുമില്ല സർ. മെയിൻ്റനൻസ് ഫ്രീ എന്ന് പറയാം. എന്തിനാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫിക്സ് ചെയ്തു, എല്ലാ മനുഷ്യനും. ഇപ്പം നമ്മുടെ ഷർട്ടിന് ഒരു 7 or 8 ബട്ടൺസ് ഉണ്ട്. പക്ഷേ ആ ബട്ടൺസ് നമ്മൾ ഇതെന്തൊരു പാടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടുമോ? ഇല്ലല്ലോ. നമ്മൾ ഷർട്ട് ഇട്ട ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ബട്ടൺസ് ഇടും, അല്ലേ? അതുപോലെയുള്ളൂ നമ്മുടെ ചിന്തയാണ് അത് മെയിൻ്റെനൻസ്. നമ്മൾ മുടി വെട്ടാറാവുമ്പോൾ അതിൻ്റെതായ രീതികൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. ദാറ്റ്സ് ഓൾ. നത്തിങ് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഈ വെരി ഈസിയാണ്. ഹെയർ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ അത് എങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ ചെയ്യണമെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ദേ ക്യാൻ ഡു ഇറ്റ് ഓൺ ദെയർ ഓൺ. നമ്മുടെ ഓഫീസിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ വരാം, അവരടുത്തുള്ളവരാണെങ്കിൽ അവർക്ക് വരാം. അതിനാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്ട്സിലും ഗേറ്റ് ഓഫീസുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിന് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അവർ നേരെ വരിക, അവർ വന്ന് അത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് പോകാം. നോ പ്രോബ്ലം. യെസ്. ഇപ്പോൾ ഈ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് സാറിനുണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. നമ്മുടെ മണിച്ചേട്ടനൊക്കെ പിന്നെ പുള്ളിക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ പല രീതിയിൽ, പുള്ളി ആവശ്യപ്പെടുന്ന രീതിയിൽ. മണിച്ചേട്ടന്റെ വിഗും ഭയങ്കരമായിട്ട് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്നതാണ്, കാരണം ഒരിക്കലും മനസ്സിലാവാറില്ല. ഇപ്പൊ പല മിമിക്രിക്കാരും അദ്ദേഹത്തെ അനുകരിക്കുമ്പോൾ പല ടൈപ്പ് വിഗായിട്ട് കിടക്കുന്നത്. അപ്പൊ അപ്പോഴാണ് നമുക്കറിയാം മണിച്ചേട്ടൻ ചെയ്തേക്കുന്ന ക്യാരക്ടറുകളിലെല്ലാം യൂസ് ചെയ്തേക്കുന്ന വിഗുകളാണ്. നമ്മൾ പല സ്റ്റൈൽസിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അടിപൊളി. എന്താണ് ഞാൻ നമ്മുടെ അടുത്ത അപ്ഡേഷൻ എന്താണ്? അടുത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അവർക്ക് 100% വിശ്വാസം ഉണ്ടാകും, എല്ലായിടത്തും എത്തിക്കണം. നമ്മളുണ്ട്, ഹെയറിനെ പറ്റി ഒന്നും ടെൻഷൻ പേടിക്കണ്ട, പുതിയ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡൈവേർട്ടഡ് ആണ്. അവർക്ക് മനസ്സിലാക്കാൻ ആക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളും അവർ തിരിച്ചറിയുന്ന രീതിയിൽ അവർ ഏത് വഴിയിലാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ അടുത്തോട്ട് വരുന്ന രീതിയിൽ ആക്കി മാറ്റുക. അത്ര ഹെയർ ഫിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബിഗ് എന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കേണ്ട ടെൻഷനാണ്, പുതിയ ടെക്നോളജി ഉണ്ട്. അതെ, ഗേറ്റ് വേ ഉണ്ട്, കൂടെ ഉണ്ട്. അതാണ് സാർ. എന്തായാലും ഒരുപാട് സന്തോഷം, കാരണം ഇത് ആളുകൾക്ക് ഒരുപാട് പേർക്ക് പുതിയ അറിവാണ്. ഇതിലെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ ഏരിയയിൽ പോയാൽ, ഇപ്പം ഫ്രണ്ട് നെറ്റി മാത്രം പോയെന്നിരിക്കട്ടെ, അപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്. അങ്ങനെയും നമുക്ക് ചെയ്യാം.
ചെറിയ ഏരിയ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യും. സൈഡ് കയറിയിട്ടുണ്ടെങ്കിൽ ആ സൈഡ് മാത്രം ഫില്ല് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെ, എല്ലാവർക്കും ഉപകാരപ്പെടും. അതാണ് ഉറപ്പായിട്ടും. ജസ്റ്റ് സിമ്പിൾ സമയം 2 മണിക്കൂർ 1.5-2 മണിക്കൂർ ചെയ്ത് തീർക്കാവുന്നുള്ളൂ. അതെ അതെ. പിന്നെ ഇതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ട. അവിടെ മുടി വന്നെന്ന്, നമ്മുടെ സെയിം ടൈപ്പുള്ള ഹെയർ അവിടെ വന്നു. പിന്നെ എങ്ങനെ ആർക്കും തിരിച്ചറിയാനും പറ്റത്തില്ല. പിന്നെ ഒരു മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണ്. ഇപ്പം ഒരു മുടി ഇല്ലാത്ത ആൾ പെട്ടെന്ന് മുടി വെക്കുമ്പോൾ പുള്ളിക്കൊരു മാറ്റം ഉണ്ടാവുമല്ലോ. മാറ്റം ഉണ്ടാവുമ്പം പുള്ളിയുടെ ഉള്ളിലുള്ള വിചാരമാണ്, അയ്യോ ഇത് വൃത്തികേടായോ, ആൾക്കാരൊക്കെ മുടിയിലോട്ടാണ് നോക്കുന്നത്, ഞാൻ ഈ പണിക്ക് എന്തിനു പോയി, ചെയ്യാതിരുന്നാൽ മതിയായിരുന്നല്ലോ അന്ന് അയാൾ ചിന്തിക്കും അദ്ദേഹം. പക്ഷേ ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ മുടി വയ്ക്കാൻ വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്. ഭാര്യനെയോ ഇല്ലെങ്കിൽ സഹോദരങ്ങളെ ആരെങ്കിലും കൂടെ കൊണ്ടുവരണം. ബിക്കോസ് എപ്പോഴും യു വിൽ ബി ടെൻസ്ഡ്. നിങ്ങൾ കൂടെ കൊണ്ടുവരുമ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടെ വന്നവർക്ക് ഇഷ്ടപ്പെടും. 100% അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി ഞാൻ ചെയ്തു. ഞാൻ പറയാതെ പറയുന്നത് അത്ര ഉറപ്പാണ് ഞാൻ തരുന്നത്. പിന്നെ ഒരു 4 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുള്ളി ഒന്ന് അപ്ഡേറ്റഡ് ആവും. പുള്ളി ഇപ്പോൾ ഒരു കണ്ണട വെച്ചാൽ കണ്ണാടി ഇല്ലാത്ത ആളിനൊരു സ്പെക്സ് വെക്കണം എന്ന് തോന്നി, സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഒരു കുറച്ച് ദിവസത്തേക്ക്, ഒരു 2-3 ദിവസത്തെ ഒരു ശരിയല്ല, അങ്ങോട്ട് കുഴിയിലോട്ട് കാല് വെക്കുന്ന പോലെയൊക്കെ ഫീലൊക്കെ ഉണ്ടാവും കുറച്ച് ദിവസം. അതേപോലെ ഉള്ളൂ ഇതും. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ തിങ്. പല്ല് വെച്ചാൽ എങ്ങനെയാണ്, അങ്ങനെ തന്നെ സെയിം. ഓക്കെ സാർ, അപ്പോൾ എന്തായാലും ലോകം മൊത്തം സാറിൻ്റെ സേവനം എല്ലാവരിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ തന്നെയാണ് നമ്മുടെ ഇന്റർവ്യൂ കൂടി കിട്ടിയേക്കുന്നത്. ഒരുപാട് 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 വിവരങ്ങളിലേക്ക് നമ്മുടെ സ്ഥാപനവും സാറും വളരട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സാർ. താങ്ക് യു.